3 ദിവസം കഴിഞ്ഞുള്ള വിവാഹ നിശ്ചയത്തിന്റെ സന്തോഷത്തിലായിരുന്നു യദുവും അശ്വതിയും. അത്രമേൽ കൊതിച്ച ഒരു ദിവസത്തിനു വേണ്ടിയുള്ള ഇരുവരുടെയും കാത്തിരിപ്പ്. എന്നാൽ ഇരുവരുടെയും സന്തോഷം ഒന്നിച്ചുള്ള ജീവിത സ്വപ്നവും തകർത്ത് വാഹനാപകടം യദുവിനെ ആശുപത്രി കിടക്കയിലാക്കി. മരണത്തിന്റെ വക്കോളം യദു എത്തി. എന്നാൽ പ്രാർത്ഥനയും നേർച്ചകളുമായി അശ്വതി യദുവിനെ കാത്തിരുന്നു. ഒടുവിൽ വിവാഹ നിശ്ചയത്തിന് 3 ദിവസം മുൻപുണ്ടായ അപകടം താളം തെറ്റിച്ച ജീവിതം 3 വർഷത്തിനു ശേഷം തിരികെ പിടിച്ചിരിക്കുകയാണ് ഇരുവരും. യദു മരണക്കിടക്കയിൽ കിടന്നിട്ടും പ്രതീക്ഷയോടെയുള്ള അശ്വതിയുടെ കാത്തിരിപ്പാണ് യദുവിനെ ജീവിതത്തിലേക്ക് തിരികെ കയറ്റിയത്. ഇരുവരുടെയും പരസ്പരമുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും അതിജീവനമാണ് നാളെ വിവാഹ പന്തലിലേക്ക് എത്തുന്നത്. 2022 ഓഗസ്റ്റ് 14 യദുവിനെ ആശുപത്രി കിടക്കയിലാക്കിയ ആ അപകടം. ബൈക്ക് തെന്നി റോഡരികിലെ മൂടിയില്ലാത്ത ഓടയിലേക്ക് വീണ വള്ളിക്കോട് പനയക്കുന്നമുരുപ്പിൽ യദുകൃഷ്ണന്റെ തലയിലൂടെ ഇരുമ്പ് കമ്പി കയറിയിറങ്ങി. യദുവിനൊപ്പം യാത്ര ചെയ്ത ബന്ധുവായ 2.5 വയസ്സുകാരൻ കാശിനാഥ് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വള്ളിക്കോട് തിയേറ്റർ ജംഗ്ഷനിലായിരുന്നു അപകടം. തലയോട്ടി തുരന്നുള്ള ശസ്ത്രക്രിയ, മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ, മാസങ്ങൾ നീണ്ട വെന്റിലേറ്റർ വാസം. വിവാഹ നിശ്ചയത്തിന്റെ പിറ്റേന്ന് വിദേശത്തേക്ക് ജോലിക്കായി മടങ്ങാനിരിക്കെയാണ് റോഡ് നിർമ്മാണത്തിലെ അപകടക്കിണി വില്ലനായത്. വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയ ശേഷം 1 വർഷത്തോളം ഒരേ കിടപ്പിലായിരുന്നു യദു. കുടുംബം ചികിത്സ തുടർന്നു. ശരീരം മുഴുവൻ തളർന്ന് യദു കിടപ്പിലായിട്ടും അശ്വതി ആ വിവാഹത്തിൽ നിന്നും പിന്മാറിയില്ല. സ്നേഹവും കരുതലുമായി അശ്വതി യദുവിനൊപ്പം നിന്നു. അപകടമുണ്ടായി 1.5 വർഷം കഴിഞ്ഞപ്പോൾ വൈക്കത്തെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ ഫലം കണ്ടു. കാലുകളുടെ ചലനശേഷി തിരികെ കിട്ടിയ യദു കൈപിടിച്ചു നടന്നു. പതിയെ സംസാരിച്ചു. 1.5 വർഷം മുൻപ് വീട്ടിലെത്തിയ ശേഷം ഫിസിയോതെറാപ്പി സെക്ഷനുകൾ തുടർന്നു. 70 ലക്ഷത്തോളം രൂപയാണ് ചികിത്സയ്ക്കായി മാത്രം ചെലവായത്. ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞ് 3 വർഷത്തിനു ശേഷം എഴുന്നേറ്റു നടന്ന യദു നാളെ വിവാഹ പന്തലിലെത്തി അശ്വതിയെ താലുചാർത്തി സ്വന്തമാക്കും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും